ഗ്രാമങ്ങളിലൊന്നായ എൻ്റെ പാപ്പിനിപ്പാറയും. കഴിഞ്ഞ ദിവസം ഞാൻ പാപ്പിനിപ്പാറയെ കുറിച്ച് പറയുന്നുണ്ട്. 27-ാം നാമിൻ്റെ അപ്പത്തിന് വേണ്ടി കാത്തിരുന്നൊരു കുട്ടിക്കാലം അനുവാക്കാന്ന് പറയുന്ന കാര്യസ്ഥൻ. നമ്മൾ നോക്കിയാൽ എല്ലായിടത്തും അതാ, വ്യക്തികൾ അല്ല. അപ്പോൾ നമ്മുടെ ഈ വിഷം കയറ്റിയാൽ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അജിത്തിനൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം വിഷയം. എറണാകുളത്ത് ജൂതക്കുട്ടികളെ കൊന്നതിൻ്റെ പേരിൽ വിചാരണ നേരിട്ട സമയത്ത് അവരോട് കോടതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾ ഈ കുട്ടികളെ കൊല്ലാൻ പാടുമോ? അവർ പറഞ്ഞത്, ഇപ്പം എനിക്ക് കുറ്റബോധമുണ്ടെന്ന്. കുറ്റബോധമുണ്ട്. എൻ്റെ ഉള്ളിൽ കയറിയ ജൂതവിരോധം, അങ്ങനെയാണ് ആ ജൂത വിരുദ്ധതയുടെ പ്രത്യയശാസ്ത്രം. അതാണ് യൂറോപ്പിൽ മുഴുവൻ അനേക വർഷങ്ങൾ വിഷലിപ്തമായി ജനങ്ങളെ കൊണ്ടുപോയ ആ ജൂതവിരുദ്ധതയുടെ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം എൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ മാതൃഭാവം പോലും ഇല്ലാതെയായി. അതോർത്ത് എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട് എന്ന് എറണാകുളത്ത് വിചാരണ വേളയിൽ പറയുന്നത് പോലെ. അതുകൊണ്ട് ഇവരൊക്കെ നമ്മളെ വേട്ടയാടുന്നവരോട് പറയാം, അവർക്കൊക്കെ സൽബുദ്ധി കാണിച്ചു കൊടുക്കണേ എന്ന് പറയാം. കാരണം അതെല്ലാം മനോരോഗത്തിൻ്റെ പ്രകടനം. വെറുപ്പ്, വിദ്വേഷം, അപരവിദ്വേഷം, ഇതെല്ലാം മനോരോഗത്തിൻ്റെ പ്രകടനമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു പൂജാമുറിയുണ്ട്. ഞാനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശ്വാസത്തിൻ്റെ കൂടെ മതത്തിൻ്റെ കൂടെ പോകുന്ന ആളല്ല. മതങ്ങളുടെ കൂടെയല്ലേ. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്. അവർ കൃഷ്ണഭക്തിയും ശിവഭക്തിയും ഒക്കെയാണ്. പക്ഷെ അവർ 30 ദിവസം നോമ്പെടുത്തു. ഇത്തവണ 30 ദിവസം അവർ നോമ്പെടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ മുമ്പൊക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ ചിലപ്പോൾ ദൂരെ പോയി നിസ്കരിക്കാനൊന്നും പറ്റാത്ത എൻ്റെ വീട്ടിൽ വന്ന് കുടുങ്ങിപ്പോകുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിസ്കാരം വേണ്ടി ഒരു പരവതാനിയൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ മടക്കി ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ. പക്ഷേ ഞാനവരോട് പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾക്ക് തരാനുള്ളത് ഈ പറഞ്ഞ ശിവനൻ്റെയൊക്കെ ഫോട്ടോ വെച്ച മുറി മാത്രമാണ്. അതുമാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അവിടെ നിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസമില്ല, നിങ്ങൾക്കും അത് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇത്രയേ ഉള്ളൂ. അത്ര ലളിതമായി നമുക്കിതിനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയണം. അങ്ങനെ വ്യാഖ്യാനിക്കുക. പക്ഷെ പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഈ വെറുപ്പിൻ്റെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഫാസിസത്തിൻ്റെയും വംശീയതയുടെയും പ്രചാരകർ തോറ്റുപോകുമെന്ന് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ടാണ്. എന്നിട്ട് എന്നല്ലേ ഇവരൊക്കെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്താ. എന്നിട്ടല്ലേ ഞാൻ പറഞ്ഞത് ഇത് ഹിറ്റ്ലർമാരൊന്നുമല്ല, ഇത് ഹിറ്റ്ലർക്ക് മിമിക്രി ചെയ്യുന്ന ആളുകളല്ലേ. മിമിക്രി ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല. അതുകൊണ്ട് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ അഴിമതിയുടെ ഭീകരത കണ്ടില്ലേ. അത് പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം താൽക്കാലിക പ്രതിഭാസമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ അകറ്റാനായിട്ട് ശ്രമിച്ചാൽ ഞങ്ങളിങ്ങനെ ചേർന്നിരിക്കും. ആ ചേർന്ന ഇരിക്കലിൻ്റെ ഈ സ്നേഹസായാഹ്നത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഹിന്ദുമതത്തിൽ ശബരിമല കാലഘട്ടത്തിൽ വ്രതം നോക്കുന്നു. അല്ലെങ്കിൽ വേറെ പല വ്രതങ്ങളുണ്ട് ഹിന്ദുമതത്തിൽ. ക്രൈസ്തവ മതത്തിൽ ഈസ്റ്ററിൻ്റെ കാലഘട്ടത്തിലൊക്കെ വ്രതം നോക്കുന്നു. 40 ദിവസം 30 ദിവസമൊക്കെ നോക്കുമല്ലോ. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വ്രതം കൊണ്ട് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ മനുഷ്യനെ പിശാച് പിടികൂടുന്നത്? അതെപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അതൊക്കെയാണ് ആലോചിക്കേണ്ടത്. ആദമും ഹവ്വയും സ്വർഗലോകത്തുനിന്ന് ഒരു ഫ്രൂട്ട് ആപ്പിൾ അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചപ്പോഴാണ് ദൈവം അവരെ ശപിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ സാത്താനെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ പണിയാണത്, നീയാണ് അവനെ പ്രേരിപ്പിച്ചത്. സാത്താൻ്റെ പ്രലോഭനങ്ങൾ കുടുങ്ങിയിട്ടാണ് ആദവും ഹവ്വയും ഈ പാപം ചെയ്ത് താഴേക്ക് വരുന്നത്. അപ്പോൾ ആദമിനെ വണങ്ങാൻ പറയാണ് സാത്താനോടടക്കം എല്ലാ മാലാഖമാരോടും. എല്ലാ മാലാഖമാരും വണങ്ങി. കാരണം സർവ സദ്ഗുണസമ്പന്നനാണ് ആദം. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഞാൻ വണങ്ങില്ല. കാരണം ഞാൻ അങ്ങയെ മാത്രമേ വണങ്ങുള്ളൂ. ആരെ? ദൈവത്തിനെ മാത്രം. അങ്ങുണ്ടാക്കിയ ഇയാളെ വണങ്ങാൻ എന്നെ കിട്ടില്ല. അപ്പോൾ സാത്താനെ ശപിക്കുകയാണ്, നീ ഭൂമിയിലേക്ക് പോ, നീ ഇവിടെ നിൽക്കണ്ട. അപ്പോൾ സാത്താനൊരു വരം ചോദിക്കുന്നുണ്ട്. ഇത് വിശ്വപ്രസിദ്ധനായ ചിന്തകൻ സോക്രട്ടീസ് പറയുന്ന കഥയാണ്. അതിൽ എഴുതി വെച്ച കഥയൊന്നുമല്ല.
സാത്താൻ ചോദിച്ച വരം എന്താ അറിയോ? ഞാൻ പോയിക്കോളാം ഭൂമിയിലേക്ക്, പക്ഷെ എനിക്ക് ഒരു വരം തരണം. എന്താ വരം? മനുഷ്യന്മാരുടെ മനസ്സിൽ വെറുപ്പ് പരത്താൻ എനിക്ക് ശക്തി തരണം. അത് എപ്പോഴും ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതന്നെയല്ലേ ഇപ്പോൾ ലോകത്ത് നടക്കുന്നു. സ്നേഹത്തേക്കാൾ കൂടുതൽ വെറുപ്പല്ലേ ലോകത്ത്. ഇപ്പം പറഞ്ഞല്ലോ, 40,000 കുട്ടികൾ മരിച്ചു ഗാസയിൽ, 1.5 ലക്ഷം അഭയാർത്ഥികളായി. ഉക്രൈൻ യുദ്ധം നടക്കാൻ തുടങ്ങിയിട്ട് 2.5 കൊല്ലമായി. ആര് തിരിഞ്ഞു നോക്കണം? ഏത് ഗവൺമെൻറ്റാണ് തിരിഞ്ഞു നോക്കുന്നത്, ശബ്ദിക്കുന്നത്? ഭരണകൂടങ്ങൾ മുഴുവൻ മാനവിക വിരുദ്ധ ഭരണകൂടങ്ങളാണ് ലോകത്തിൽ. അതിന് പ്രവാചകനെയോ അല്ലെങ്കിൽ വാത്മീകിയോ വ്യാസനെയോ ക്രിസ്തുദേവനെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും മനുഷ്യനെ ദ്രോഹിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ അനുയായികളെന്ന് വിളിക്കപ്പെടുന്ന ഈ മനുഷ്യന്മാരെ മുഴുവൻ എങ്ങനെയായത്? എല്ലാവരും നല്ല ബഹുഭൂരിഭാഗവും നന്മയുടെ പ്രതീകങ്ങളായ മനുഷ്യന്മാരുണ്ട്, എത്രയുണ്ട്. പക്ഷെ അതിൻ്റെ ഇരട്ടിയുണ്ട് തിന്മയുടെ പ്രതീകങ്ങളായ മനുഷ്യന്മാർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്വാർത്ഥത, അധികാരമോഹം, സമഗ്രാധിപത്യത്തിനോടുള്ള ആസക്തി. പ്രത്യേകിച്ച് ഈ മതമൗലികവാദത്തിനോടൊപ്പം മൂലധന ശക്തികളും കൂടി ചേർന്നപ്പോൾ മനുഷ്യ മനസ്സിനെ പിടിച്ചു കീറുകയാണ്. മനുഷ്യന്റെ സ്വാർത്ഥത പെരുകി വരുന്നു. ഞാനെന്നുള്ള ഭാവം കൂടുന്നു. ഞാനെന്നുള്ള ഭാവം കൂടിയ പിന്നെ എന്ത് പ്രവാചകൻ, എന്ത് ക്രിസ്തുദേവൻ, എന്ത് കൃഷ്ണൻ, എന്ത് രാമൻ? ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ദേവാലയങ്ങളിൽ എവിടെയൊക്കെ പോകുമ്പോഴും അവനവൻ്റെ പ്രദർശനമാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉദ്ഘാടനം കണ്ടല്ലോ 2 മാസം മുമ്പ്. അമ്പലത്തിൻ്റെ ഉദ്ഘാടനം കണ്ടപ്പോഴും അവിടെ അമ്പലത്തിൻ്റെ വിഗ്രഹത്തിന് ടി വിയിൽ കാണിച്ചത് ആകെ അരമണിക്കൂറാണ് കുട്ടിയായ രാമൻ്റെ രൂപം. ബാക്കി 4 മണിക്കൂർ ടി വിയിൽ കാണിച്ചത് വേറൊരു രാമനെയാണ്, ഇന്ത്യ ഭരിക്കുന്ന രാമനെയാണ്. അപ്പോൾ ആരാ ദൈവം? ഇതെന്താ ഇന്ത്യൻ ജനത ചിന്തിക്കാത്തത്? ചിന്താശക്തി എവിടെ പോയി? ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് ലോകത്തിൽ അവൻ മനുഷ്യൻ്റെ ചിന്തയെ നശിപ്പിക്കുന്നതാണ്. ചിന്തിപ്പിക്കാൻ സമ്മതിക്കില്ല ഒരു കാര്യത്തിലും. സ്വാർത്ഥതയുടെ മനസ്സാക്കും, ആസക്തിയുടെ മനസ്സാക്കും. ഏറ്റവും വലിയ സമഗ്രാധിപത്യത്തിൻ്റെ പിന്തുടരുന്ന മനസ്സായിട്ട് മാറ്റും മനുഷ്യനെ. അതിന് പല കാരണങ്ങളുണ്ടാകും. ഫാസിസമുണ്ട്, മൂലധന ശക്തികളുണ്ട്, ഭരണകൂടങ്ങളുടെ ചെയ്തികളുണ്ട്, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ പങ്കതിലുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്കിപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളോടും മറ്റ് മതദർശനങ്ങളുടെ വചനങ്ങളൊക്കെ കൂറു പുലർത്താൻ ദൈനംദിനം പറ്റണമെങ്കിൽ ആദ്യം നമ്മളെ മാറ്റണം. ഗാന്ധിയുടെ പ്രസിദ്ധമായ വാചകം, ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ ഉണ്ടാക്കുന്ന മഹാത്മാഗാന്ധി പറഞ്ഞത്. അവനവനെ നന്നാക്കാൻ പറ്റാത്ത ഒരു നാട് നന്നാക്കാൻ നടക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ മേഖലകളിലൊക്കെ എത്ര ആൾക്കാർക്ക് അവനവനെ നന്നാക്കിയിട്ട് അവനവൻ്റെ പ്രസ്ഥാനങ്ങളെ നന്നാക്കാൻ പറ്റും? ജീർണതയുടെ പടുകുഴിയിലേക്കല്ലേ എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മപരിശോധന നടത്തേണ്ടത് നമ്മൾ. അപ്പം എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോകണമെന്നില്ല. നമ്മൾ പോകാതിരിക്കാൻ തീരുമാനിക്കണമെങ്കിൽ ഞാൻ പോകാതിരിക്കാൻ തീരുമാനിക്കണമെങ്കിൽ ഞാൻ തീരുമാനിച്ചാൽ മതി. സുരേന്ദ്രൻ പോകാതിരിക്കണമെങ്കിൽ സുരേന്ദ്രൻ തീരുമാനിച്ചാൽ മതി. സമൂഹത്തിലെ 100 ആൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാനും അങ്ങോട്ട് നടന്നോളെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924400 964519 7440. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. ഇല്ല, വേണ്ടാത്തൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു, പലരും അങ്ങനെയാണ്. അത് എല്ലാ മേഖലയിലും, രാഷ്ട്രീയ സാമൂഹിക മതപരമായ മേഖലയിലൊക്കെ ഈ ജീർണത കൈവരുന്നു. ജവഹർലാൽ നെഹ്റു എന്ന ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം. എഴുതാത്ത പുസ്തകങ്ങളൊന്നുമില്ല, കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ഒറ്റ പുസ്തകം വായിച്ചാൽ മതി ആരാണ് ജവഹർലാൽ നെഹ്റു എന്ന് അറിയാൻ. അദ്ദേഹം വരുന്ന കസേരയിലാണ് ഒറ്റ പുസ്തകം പോലും വായിക്കാത്ത ആൾ 10 കൊല്ലം ഈ രാജ്യം ഭരിക്കുന്നത്. അത് ആരുടെ കുഴപ്പമാണ്? ഇന്ത്യക്കാരൻ്റെ കുഴപ്പമാണ്, നമ്മുടെ ചിന്തയില്ലായ്മയുടെ കുഴപ്പമാണ്. അല്ലാണ്ട് മതദർശനങ്ങളുടെ കുഴപ്പമല്ല. അത് ഉപദേശിച്ചു കൊടുക്കാൻ ഇവിടെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു. ചിന്ത വളർത്തേണ്ടത് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ കടമയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അതാ ചെയ്തത്.
പറഞ്ഞല്ലോ, വിവേകാനന്ദ സ്വാമി അതാ ചെയ്തത്. ശ്രീരാമകൃഷ്ണന്റെ കാലഘട്ടത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദന്റെ ഗുരു, ഇസ്ലാമിക വഴിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നടത്താമെന്ന് ആശ്രമത്തിൽ വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുത്തു വിവേകാനന്ദന്. ഗുരുദേവൻ നബി തിരുമേനിയെ കുറിച്ച് ഒരുപാട് വചനങ്ങൾ എഴുതി. അപ്പൊ എല്ലാ മതവും ഒന്നാണെന്ന് അവരൊക്കെ കാണിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. പുറത്തേക്ക് നോക്കി നടന്ന പുറത്തുള്ള ഈ പുഴയും മരവും കാണാനല്ലാതെ അവനവനെ മനസ്സിലാക്കാതെ അവനവന് വേറൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആന്തരികമായ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പ്രവാചകൻ ഉപദേശിച്ചു തന്നത്, ക്രിസ്തു ഉപദേശിച്ചതും അല്ലെങ്കിൽ ഉപനിഷത്ത് ഉപദേശിച്ചതെന്നല്ല. ആന്തരികമായ ശക്തിയെ വളർത്തിക്കൊണ്ടുവന്നാൽ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നും എന്നെ മാതിരി തന്നെ സുരേന്ദ്രൻ്റെ മാതിരി തന്നെ രാമകൃഷ്ണൻ അല്ലെങ്കിൽ സലാഹുദ്ദീൻ ഒക്കെ തോന്നും. എന്നിൽ നിന്ന് നിങ്ങളെന്താ വ്യത്യാസം? ഒരു തടിയിലും വെയിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നു. മനുഷ്യനാണ് എല്ലാവരും. ആ മനുഷ്യനെ പോലെ കാണാതെ ഏത് മതത്തിൻ്റെ അനുയായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രവാചകൻ അങ്ങനെയല്ലേ? ജൂതന്റെ ശവമഞ്ചും കയറിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ പ്രവാചകൻ ഏറ്റ് നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ പറയും അവിടെ ഇരുന്നോ, ജൂതന്റെ ശവമഞ്ചാണ്. പ്രവാചകൻ പറയുന്ന മറുപടി അത് മനുഷ്യൻ്റെയാണ്, ജൂതന്റെ അല്ല. ആ മനുഷ്യനെ സ്നേഹിക്കാനാണ് മതങ്ങളെ മുഴുവൻ പഠിപ്പിച്ചത്. പക്ഷെ ആ മതങ്ങളുടെ പേരിലാണ് ലോകത്ത് മുഴുവൻ ഈ സംഘടന നടക്കുന്നത്. ഈ പരിശുദ്ധ നാളുകളിൽ നമ്മുടെ ചിന്തയെ സൃഷ്ടിപരമാക്കിയിട്ട് മാനവികതയെ ചേർത്ത് പിടിക്കുക. ഒരു 100 പേരിൽ 10 പേരെങ്കിലും അത് ചെയ്താൽ ലോകം നന്നാവും. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഉത്തരവാദിത്വം. അത് ചെയ്യാൻ ഈ വരും കാലയളവിൽ ഓരോ ദിവസത്തിനെയും ശുദ്ധീകരിക്കുക. അതാണ് ഇവരും ദർശനങ്ങളും വചനങ്ങളൊന്നും ഇല്ലായ്മയുടെ കുഴപ്പമില്ല. അത് പ്രാവർത്തികമാക്കാനുള്ളൊരു നിശ്ചയദാർഢ്യം വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും അതിന്റെ പരിമളം ഉണ്ടാകും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. അത് പറയുമ്പോൾ നമുക്കറിയാമോ, വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയിലേക്ക് ഓരോ വിശ്വാസിയും നീങ്ങുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ കൊണ്ടു നടന്ന കുറേ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു റംസാൻ മാസത്തിൽ. അപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന ഇഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത ചില ഇഷ്ടങ്ങളാണെന്ന ബോധ്യത്തിലേക്ക് അവരെത്തും. അതോടൊപ്പം തന്നെ ആ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറുത്തുനിൽപ്പ്, ഒരു അതിജീവനം, അത് വലിയ ഒരു കരുത്താണ് മാനസികമായി അവർക്ക് പകർന്നു നൽകുക. ആ ഒരർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എന്താ പറയുക, പൊളിച്ചെഴുതലിൻ്റെ, മാനസികമായുള്ള നമ്മുടെ പൊളിച്ചെഴുതലിൻ്റെ, സംശുദ്ധീകരണത്തിൻ്റെ ഒരു അവസരമായിട്ടാണ് റംസാനെ കാണാൻ എനിക്കിഷ്ടം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പെരുന്നാളിരുത്തത്തിൽ പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം പരിശുദ്ധ റംസാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ 27-ാം രാവിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം കൂടിയാണ്. അപ്പോൾ നമ്മൾ അൽ-ഫാത്തിഹയിൽ തുടങ്ങി അൽ-ബഖറ അങ്ങനെ പോയിട്ട് അങ്ങനെ വരുമ്പോൾ 60-ാമത്തെ അധ്യായമുണ്ട് അല്ലേ? ഖുർആന്റെ മലയാളം പരിഭാഷ വായിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. എനിക്ക് അറബിക്കിൽ അത് ഓതാനൊന്നും അറിയില്ല. പക്ഷെ അത് 60-ാമത്തെ അധ്യായം ഇതാണ്, അൽ മുംതഹന അല്ലേ? അൽ മുംതഹന. അൽ മുംതഹനയിൽ അതിൻ്റെ പരിഭാഷയിൽ പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഉഹദ് യുദ്ധമായിരുന്നാലും ബദർ യുദ്ധങ്ങളായിരുന്നാലും, അതല്ല നമ്മൾ കർബല യുദ്ധം അല്ലേ? കർബല, അങ്ങനെ ഒരുപാട് യുദ്ധചരിത്രങ്ങൾ, വീരചരിത്രങ്ങൾ. അത് എന്തിനു വേണ്ടിയായിരുന്നു? നീതിക്ക് വേണ്ടിയുള്ള, അഥവാ അനീതിക്കെതിരെ നടക്കുന്ന ഒരു പോരാട്ടമായിട്ടാണ് യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ഇസ്ലാമിന് ശത്രുക്കളുണ്ട്, അവന് യുദ്ധം ചെയ്യേണ്ടി വരും. എപ്പോൾ തൻ്റെ ദീനിന് തടസ്സം നിൽക്കുന്ന, അതല്ലെ തൻ്റെ വിശ്വാസത്തെ, തൻ്റെ ദീനിന് ശത്രുവായി കാണുന്നവരാരോ അവരെ നാം ശത്രുവായി തന്നെ കണ്ട് ഏറ്റുമുട്ടേണ്ടി വരും. തങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുന്നവരെ
ശത്രുവായി തന്നെ കാണണം, ശത്രുവായി തന്നെ കാണണം. അവനോട് യുദ്ധമുഖത്ത് എന്ന പോലെ ഏറ്റുമുട്ടാൻ ഒരുങ്ങണം. അങ്ങനെ മുട്ടാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കെതിരെയുള്ള നമ്മൾ ശത്രുക്കളായി കാണുന്നവരോട് ചേർന്ന് നിൽക്കുന്നവരെയും ശത്രുവിനോടെന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുമുട്ടാൻ ഒരുങ്ങണം. എന്നേക്കാൾ കൂടുതൽ ഇത് അന്യജനത്തിൻ നിസ്സംഗത്വം നമുക്ക് നാമേ തീർത്ത ചങ്ങല കയ്യിൽ കാലിൽ മനസ്സിന്റെ മർമ്മങ്ങളിൽ കീലങ്ങൾ അടിക്കുന്നു. പുഞ്ചിരി പറ്റി കണ്ണീർ മാഞ്ഞു, പുഞ്ചിരി മാഞ്ഞു കണ്ണീർ പറ്റി. ആരവസ്ഥ ദരിദ്രാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയാണ്. പലതും പറയുന്നില്ല, ഭീതിയില്ലേ പല എഴുത്തുകാരും. കാളിദാസന് കടമേട്ട പാടി നടന്നതോ ഒരു സന്തോഷ വർത്തമാനമില്ല, പൊട്ടിച്ചിരിയില്ല, കാലൊടിഞ്ഞ നായ്ക്കളുടെ ഓരി മാത്രം. അതുകൊണ്ട് വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന ശാന്തേ ഒരു നെടുവീർപ്പെങ്കിലും അയച്ച് ചങ്ങലക്കണ്ണികൾ പൊട്ടിക്കുക. കൂടിയിരുത്തം കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ